ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ പിറവി തിരുനാളാണ് ഡിസംബർ 24 നമ്മൾ ആഘോഷിക്കുന്നത്. ദൈവമായിരുന്ന ത്രിത്വത്തിലെ രണ്ടാമത്തെ ആള് വചനം മാംസമാകുന്നതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ബെത്ലഹേമിലെ ശിശു എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. അതിന് കാരണം ആ ശിശു ദൈവമായതുകൊണ്ടാണ്. ദൈവമായ ശിശു ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ് ഭൂമിയിൽ ജാതനാകുന്നത്. അത് നമ്മെ എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, സാത്താനിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുക എന്ന ദൗത്യമാണ് ഉണ്ണീശോയ്ക്ക് ഉള്ളത്. ആ ഉണ്ണീശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു, രക്ഷ ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു, ദൈവിക ജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വലിയ ഒരു കാര്യമാണ് ക്രിസ്മസ് സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, അനുസ്മരിക്കേണ്ടത്, ആഘോഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഉണ്ണീശോയ്ക്ക് സ്വീകാര്യമായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം. അത് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോയ്ക്ക് വസിക്കുവാനുള്ള ഹൃദയത്തെ രൂപപ്പെടുത്തുക. പരിശുദ്ധ അമ്മയുടെ ഹൃദയം, ശരീരം എല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് പിതാവായ ദൈവം രൂപപ്പെടുത്തിയത് ഈശോയ്ക്ക് വസിക്കുവാനുള്ളതായിട്ട്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കപ്പെടണം. അതിന് പിതാവിൻ്റെ ആത്മാവ്, ഈശോയുടെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. അതിന് നമുക്ക് എളിമയോടെ ജീവിക്കാൻ സാധിക്കണം, താഴ്മയോടെ ദൈവഭക്തിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ക്രിസ്മസിനുള്ള ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലായിട്ട് നിശബ്ദതയിൽ കഴിയാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മ അതാണ് ചെയ്തത്. അതുപോലെ തന്നെ തിരുവചനം കൂടുതലായിട്ട് വായിക്കേണ്ട ദിവസങ്ങളാണ് ഡിസംബർ 25 വരെയുള്ള സമയം. അങ്ങനെ ഉണ്ണീശോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട്, ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട്, ഈശോ സാധ്യമാക്കിയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സിറോ മലബാർ രൂപതയിലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുദിനമുള്ള വിശുദ്ധ കുർബാനയിൽ, പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതിയ മത്സരത്തിൻ്റെ 2017-ൻ്റെയും മംഗളങ്ങൾ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.